സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഒരുപാട് സൈബർ അറ്റാക്ക് വരുന്നുണ്ട്. അതിന് പറയുന്നത് ദേവന് സാമ്പത്തിക ലക്ഷ്യങ്ങളാണ്. പ്രധാനമായിട്ടും ആരോപണം BJP-യുമാണ്. അതിനെങ്ങനെ നോക്കിക്കാണും? ബുൾഷിറ്റ്. ഒരു വൃത്തികെട്ട ഒരു സംഗതിയാണ്. എനിക്ക് ഞാൻ അങ്ങനത്തെ ഒരു മനുഷ്യനല്ലല്ലോ. അത് അവരുടെ അറിവില്ലായ്മ. പിന്നെന്ന് വെച്ചാൽ ഈ പരാജയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭ്രാന്തല്ലോ കുറേ ആൾക്കാർക്ക്. അവരൊക്കെ ഇത്ര വലിയൊരു അടി അവരുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ടല്ല. BJP-ക്ക് ഞാൻ റിസൈൻ ചെയ്തതിന് ശേഷം ഞാനും വിചാരിച്ചാൽ ഇത്രയും ഇമ്പാക്ട്, ഇത്രയും മാധ്യമക്കാർ ഇപ്പോൾ നിങ്ങളൊന്ന് നിൽക്കുന്നുണ്ടല്ലോ, അത് ഞാനൊരിക്കലും പ്രതീക്ഷിച്ചല്ല. എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല. എൻ്റെ ലക്ഷ്യങ്ങൾ കൈമോശം പോവും ഞാൻ അവിടെ നിന്നാൽ. ആ സമയത്ത് മറ്റേ ജനം TV മാത്രമേ ഉള്ളൂ അവിടെ, ആ വേദിയിൽ, ആ ഒരു സ്ഥലത്ത് ഒറ്റ ആളുള്ളൂ. എൻ്റെ 5 മിനിറ്റ് ഈ ലോകം മുഴുവൻ അറിഞ്ഞു, മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ഒരു വികാരമുണ്ട്. അല്ലാണ്ട് ഇപ്പോൾ അല്ല BJP സാമ്പത്തികത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞാൽ ഞാൻ മിണ്ടാണ്ടിരിക്കുകയാണ്. അല്ല BJP-യുടെ ഈ സാമ്പത്തികത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയ അലിഗേഷൻസ് ഞാൻ പറയും. ഞാൻ ഇപ്പം പറയില്ല, പിന്നെ പറയാം. അത് അങ്ങനെ ഒരു ട്രോളുണ്ട്. ഇപ്പം പറയില്ല, പിന്നെ പറയാമെന്ന് പറഞ്ഞ ട്രോളുണ്ട്. അത് ഞാൻ ഇപ്പം പറയില്ല, പിന്നെ പറയാം. ഇല്ല, യെസ് ഈവൻ അല്ല സെൻട്രലിൽ നിന്നും ആൾക്കാർ വിളിച്ചു. ഞാൻ പ്രഖ്യാപിച്ച ആ വേദിയിൽ തന്നെ 3 സീനിയർ BJP ലീഡേഴ്സ് ഉണ്ട്, സെൻട്രൽ ആൾക്കാരുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് BJP-ക്കാരാണ്, മനസ്സിലായില്ലേ? ഞാൻ BJP-യുടെ സ്റ്റേജിൽ BJP-ക്കാരുടെ ഓഡിയൻസിന് മുമ്പിൽ ഞാൻ ശക്തമായ രീതിയിൽ പ്രഖ്യാപിക്കുമ്പോൾ അത് നിങ്ങളൊന്ന് ആലോചിക്കണം. അത് എൻ്റെ ചങ്കൂറ്റം തന്നെയാണ്, രാഷ്ട്രീയ ചങ്കൂറ്റം തന്നെയാണ്, മനസ്സിലായില്ലേ? അത് ആരും ധൈര്യപ്പെട്ട് ചെയ്യില്ല. തീർച്ചയായിട്ടും ഉണ്ട്. അതിപ്പോൾ പറയില്ല. അല്ല, അവർ പേടിച്ചിരിക്കുകയാണ്. അല്ലാതെ എന്താ? ഞാൻ പറഞ്ഞത് അതിനുശേഷം ഇതിനകത്ത് ഒരു കോംപ്രമൈസിന് വേണ്ടിയിട്ട് പല ആൾക്കാർ എന്നെ വിളിച്ചു. എല്ലാവരും വിളിച്ചു. ഞാൻ പേരിപ്പോൾ പറയുന്നില്ല. ഞാനെന്ന് വെച്ചാൽ അവർ പറഞ്ഞു ഇത് ആരും ഏറ്റെടുക്കില്ല. ഞാൻ പറഞ്ഞു ഈ BJP-ക്കാർ എന്ത് പറഞ്ഞാലും ജനം ഏറ്റെടുക്കില്ല, മനസ്സിലായല്ലോ? അത് അവരുടെ സ്വകാര്യമായ ചില എലിഗേഷൻസാണ്. അത് കൂടുതലും ഈ നുണയാണല്ലോ ഇതൊക്കെ പറയുന്നത്. എനിക്ക് അങ്ങനെ സാമ്പത്തിക നേട്ടമൊന്നുമില്ല. പിന്നെ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു, എടാ നീ മാറിക്കഴിഞ്ഞാൽ ഇവർ ED-നെ കൊണ്ടുവരും, BD-നെ കൊണ്ടുവരും എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഗീഡ ഏത് കീടയും വന്നോട്ടെ, പക്ഷേ എന്നെ സംബന്ധിച്ചോളം മടിയിൽ കനമില്ല, മനസ്സിലായല്ലോ? എന്ത് ED വന്നാലും, ഏത് CBI എൻക്വയറി വന്നാലും, NIA വന്നാലും അവർക്ക് എന്നെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഐ ആം പ്യുവർ. ഒരു തരത്തിലും എന്നെ ഭീഷണിപ്പെടുത്താൻ പറ്റില്ല. അറിയില്ല. കാരണം അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ വിഡ്ഢിത്തരങ്ങളാണല്ലോ. ഒരുപക്ഷെ അവരുടെ വിഡ്ഢിത്തരം കൊണ്ടും കാലദോഷം കൊണ്ടും ചിലപ്പോൾ അങ്ങനെ വന്നേക്കാം. പക്ഷേ ഐ ഡോണ്ട് കെയർ. അത്രേ ഉള്ളൂ എനിക്ക്. അങ്ങനെ ഞാനൊരു പേടിച്ചിരിക്കുന്ന ഒരാളല്ലോ. ഞാനൊരു സ്വന്തം പാർട്ടി ഉണ്ടാക്കിയിട്ട് വന്ന ഒരാളെ സംബന്ധിച്ച് 2001 2004 ഒരു പാർട്ടി ഉണ്ടാക്കി 2 ഇലക്ഷൻ നിൽക്കാൻ ധൈര്യം കാണിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും പറ്റില്ല. നിരന്തരം പാർട്ടി മാറിയില്ല. ഐ റിഗ്രറ്റ് ടു ഡിസഗ്രി വിത്ത് യു. എന്ന് വെച്ചാൽ നിരന്തരം പാർട്ടി മാറിയിട്ടില്ല. ഞാൻ ആദ്യം KSU-ലായിരുന്നു, കോൺഗ്രസിൻ്റെ. അതിനുശേഷം ഞാൻ എൻ്റെ സ്വന്തം പാർട്ടി പറഞ്ഞു. അത് 21 വർഷം ഞാൻ കൊണ്ടുവരുന്നു. പിന്നെ പാർട്ടി മാറിയത് BJP-യാണ്. അപ്പോൾ ഞാൻ നിരന്തരമല്ല, 2 പാർട്ടി. ഒറിജിനൽ പാർട്ടി എനിക്ക് തോന്നുന്നല്ലോ കോൺഗ്രസ്സാണ്. പിന്നെ പാർട്ടി മാറിയത് ഓൺലി BJP-യാണ്. അല്ലാണ്ട് ഒരു നിരന്തരമായ ഒരു മാറ്റം, അല്ലാണ്ട് കുറേ പാർട്ടികളിൽ വന്ന് മാറി അതല്ല. പക്ഷേ എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. എനിക്ക് കിട്ടിയ ആ 21 വർഷം എൻ്റെ സ്വന്തം പാർട്ടിയും ഈ 5 വർഷം ഈ BJP-യിലും ഉണ്ടായപ്പോൾ അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, എന്നെ ശക്തമാക്കാൻ വേണ്ടി ദൈവം കൊണ്ടുവന്ന ആൾക്കാർ തന്നെ ആയിരിക്കും ഈ BJP നേതാക്കന്മാർ. കാരണം എന്നെ കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജം ദൈവം തന്നിരിക്കുന്നു. ആ പരീക്ഷണമുണ്ട്. അപ്പോൾ ഞാൻ അവരെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. ഞാൻ അവരോട് ഒരു വൈരാഗ്യത്തോടു കൂടിയും പ്രവർത്തിക്കില്ല. അത് എന്നെ ശക്തനാക്കാനായിട്ട്, എന്നെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈശ്വരൻ അയച്ച ഏജൻസാണ് എനിക്കെതിരായി ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്.